പക്ഷേ സ്പോർട്സ് നമ്മൾ നന്നായി കൈകാര്യം ചെയ്യുമ്പോൾ ദേശീയ ഗെയിംസിലും അതുപോലെ തന്നെ സ്പോർട്സ് മീറ്റുകളിലൊക്കെ തന്നെ കേരളം മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും മികച്ചത് എന്നുള്ള നിലയിൽ പലപ്പോഴും കേരള സ്പോർട്സ് ഉണ്ടെങ്കിലും ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ സ്പോർട്സ് പിറകിലേക്ക് പോകുന്നു എന്നുള്ളതും, അത് കായിക വിനോദം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നുമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒട്ടനവധിയായിട്ടുള്ള കായിക വിനോദങ്ങളുണ്ട്. അപ്പോൾ ആ കായിക വിനോദങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന കുട്ടികളെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആ നിലയിൽ വാർത്തെടുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. SFI മുൻ ദേശീയ പ്രസിഡന്റ് VP സാനുവിനെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിക്കാൻ തീരുമാനം. ഇടതുപക്ഷ ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ടുള്ള വലിയ തുകയും ബജറ്റിലൊക്കെ തന്നെ ഏതാണ്ട് 300 കോടിയിലധികം രൂപയാണ് സ്പോർട്സിന് വേണ്ടി മാത്രം സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ആ ശക്തമായിട്ടുള്ള ഇടപെടൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ ആ നയങ്ങൾ നന്നായി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. കേരളത്തിന് ഒളിമ്പിക്സിൽ ഒരു മെഡൽ, കേരളത്തിലൂടെ ഇന്ത്യക്ക് ഒരു മെഡൽ എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് കേരളം. നിലവിലെ പ്രസിഡന്റ് U ഷറഫ് അലി നിലമ്പൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിയമനം. CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായ സാനു തവനൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ സിറ്റിംഗ് MLA KT ജലീലിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചതോടെ സാനുവിനെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിക്കാൻ തീരുമാനിച്ചതായാണ് സൂചന. പഞ്ചായത്തുകൾക്ക് ആവശ്യമായ ഫണ്ട് കൊടുത്തുകൊണ്ട് കായിക അധ്യാപകരെ നിയമിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് സർക്കാർ നിയമം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നടപ്പിലാക്കുക എന്നുള്ള ഉത്തരവാദിത്തങ്ങളാണ് ശരിക്ക് സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ളത്. നമ്മുടെ ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ ഇതൊക്കെ വഴി കൂടുതൽ കുട്ടികളെ കായിക രംഗത്ത് വാർത്തെടുക്കുക, അവർക്ക് പരമാവധി സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. ജില്ലാ സ്പോർട്സ് കൗൺസിലുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട്. വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പരമാവധി എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നടത്തും.